നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ്. നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് പലരിലും വരുന്നൊരു ബുദ്ധിമുട്ടാണ് ഈ ന്യൂട്രിയൻസിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി. അതായത് നമ്മൾ സ്വയം ഡയറ്റ് എടുത്തു. അപ്പോൾ ഈ അടുത്ത് തന്നെ എനിക്കൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. ആ കേസിൽ അവർ പറഞ്ഞത് സ്വയം ഡയറ്റ് എടുത്തതാണ്, കീറ്റോ ഡയറ്റാണ് എടുത്തതെന്ന് അവർ പറഞ്ഞു. ആ ഡയറ്റിനകത്ത് അവർ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഡയറ്റ് എടുത്തത്. പക്ഷേ അവർ ആ ഡയറ്റ് എടുത്തതിന് ശേഷം അവർക്ക് ഒരുപാട് ഹോർമോണൽ ഇംബാലൻസ് വന്നു. ബോഡീനകത്ത് ഹോർമോണൽ ഇംബാലൻസ് വരികയും അതിൻ്റെ ഭാഗമായിട്ട് കുറേ സിംറ്റംസ്, അതായത് അവർക്ക് പീരീഡ് സമയത്ത് വേദന കൂടി, അതുപോലെ തന്നെ കുറേ സിസ്റ്റിക് ആക്നീസ് വന്നു, അതുപോലെ തന്നെ കുറേ ഡെഫിഷ്യൻസി വന്നു, അയൺ കുറഞ്ഞു പോയി, ഇങ്ങനെയുള്ള കുറേ കംപ്ലയിൻറ്റ്സ് ആയിരുന്നു ആ പേഷ്യൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ സ്വയം ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഡയറ്റ് എടുക്കുന്നത് വലിയൊരു മിസ്റ്റേക്കാണ് എന്നല്ല പറയുന്നത്. സ്വയം ഡയറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കണം, പല ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസിയും ആ ഒരു ഡയറ്റിൽ ഉണ്ടായേക്കാം. അപ്പോൾ അത് നമ്മൾ നോക്കി അത് ക്ലിയർ ചെയ്ത് അതിനകത്തോട്ടുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു നമ്മുടെ ശരീരത്തിൽ പോഷകം തരുന്നത് രണ്ട് രീതിയിലാണ് പ്രധാനമായിട്ട് നമ്മൾ എടുക്കുന്ന ഭക്ഷണത്തിലൂടെ. ഒന്ന് മാക്രോ ന്യൂട്രിയൻസ് വഴി, മറ്റൊന്ന് മൈക്രോ ന്യൂട്രിയൻസ് വഴി. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മാക്രോനകത്താണ് നമുക്ക് കൂടുതലായിട്ടും കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ്, വെള്ളം, ഇതൊക്കെ മാക്രോ ന്യൂട്രിയൻസിലാണ് വരുന്നത്. അപ്പം നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് പലരും പറയുന്നൊരു കാര്യമാണ് നമ്മൾ കാർബ്സ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മളതിനകത്ത് ഷുഗർ ഒഴിവാക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമ്മൾ കാർബ്സ് ഒട്ടും തന്നെ ഒഴിവാക്കി കഴിഞ്ഞാലും പ്രശ്നമാണ്. നമ്മുടെ ശരീരത്തിനകത്തോട്ട് കാർബോഹൈഡ്രേറ്റ് വേണം. നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഒട്ടും ഇല്ലാത്ത ഭക്ഷണങ്ങളുണ്ട്, പക്ഷെ അത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരുപാട് ഡെഫിഷ്യൻസീസ് അങ്ങ് വരും. കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിൽ, അതായത് ചെറിയൊരളവിൽ കാർബോഹൈഡ്രേറ്റ് ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ പ്രോട്ടീൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫാറ്റിനായിക്കോട്ടെ അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിലും ഇപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് ചോറിൽ മാത്രമല്ല കേട്ടോ ഉള്ളത്. നമ്മളെല്ലാവരും വിചാരം ഈ ചോറ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്, അല്ലെങ്കിൽ ചിക്കൻ എന്ന് പറയുന്നത് പ്രോട്ടീനും, അങ്ങനെയുള്ളൊരു തിങ്കിങ് നമ്മൾ പലർക്കും ഉണ്ട്. അതല്ല, നമ്മളിപ്പം കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഒരുപാട് ഫുഡുകളുണ്ട്. ഇപ്പോൾ നമ്മൾ പയറ്, പരിപ്പ് വർഗ്ഗങ്ങൾ നമുക്കൊരു പ്രോട്ടീൻ സോഴ്സ് ആണെന്ന് അറിയാം. പക്ഷേ ഇതിനകത്ത് ചെറിയൊരളവിൽ എന്ത് വരുന്നുണ്ട്? കാർബ്സ് വരുന്നുണ്ട് അല്ലേ? ഇതിൽ കൂടിയ അളവിൽ വരുന്നത് പ്രോട്ടീനാണ്. ചെറിയൊരളവിൽ ഇതിനകത്ത് എന്ത് വരുന്നുണ്ട്? കാർബോഹൈഡ്രേറ്റ് വരുന്നുണ്ട്. പിന്നെ മൈക്രോ ന്യൂട്രിയൻസ് എടുത്ത് നോക്കുകയാണെങ്കിലും അതും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം നമ്മൾ കഴിക്കുന്ന സമയത്ത് കാർബ്സ് നമുക്ക് വേണം. ഇപ്പോൾ ചപ്പാത്തി നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഗോതമ്പാണ് കിട്ടുന്നത്. ഈ ഗോതമ്പ് എന്ന് പറയുന്നത് എന്താണ്? സെറൽസിൽ പെടുന്നതാണ്. ഈ സെറൽസ് എന്ന് പറയുന്നതിനകത്ത് കൂടുതലായിട്ട് എന്താ ഉള്ളത്? കാർബോഹൈഡ്രേറ്റ് ആണുള്ളത്. അപ്പം അത് നമ്മൾ ശരീരത്തിലോട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ചെറിയൊരളവിലാണെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും കാർബോഹൈഡ്രേറ്റും എടുക്കും ഡയറ്റിൻ്റെ കൂടെ. അപ്പോൾ ചപ്പാത്തി കഴിക്കുന്നവരുണ്ടായിരിക്കാം ഡയറ്റിൻ്റെ കൂടെ അല്ലേ? അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഇപ്പോൾ 3 നേരം ഇലക്കറി കഴിക്കുക, അല്ലെങ്കിൽ ഈ 3 നേരം മറ്റെന്തെങ്കിലും, അതായത് കാർബ്സ് ഒട്ടും തന്നെ ഇല്ലാത്ത ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ആരോഗ്യകരമായിട്ടുള്ള ഒരു കാര്യമല്ല. അത് അങ്ങനെയല്ല നിങ്ങൾ ഡയറ്റ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ പലരും ഡയറ്റ് എടുക്കുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യും. അവർ ഫുഡ് കഴിക്കത്തേ ഇല്ല. രാവിലത്തെ ഫുഡ് കഴിക്കില്ല, ഉച്ചക്കത്തെ കഴിക്കില്ല, വൈകുന്നേരം നല്ല ഹെവി ആയിട്ട് കഴിക്കും. ഇങ്ങനെ ഡയറ്റ് എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വെയിറ്റ് ഒരു അതായത് നമ്മൾ നോക്കുന്ന സമയത്ത് 1 കിലോഗ്രാം പോലും അവർക്ക് വെയിറ്റ് കുറയില്ല. അത്ര പോലും മിസ്റ്റേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ രാവിലെയും ഉച്ചയ്ക്കും കഴിക്കാത്തതുകൊണ്ട് വൈകുന്നേരം വിശന്നിട്ട് കൂടുതൽ അളവിൽ ഫുഡ് കഴിക്കാം. അത് വലിയ മിസ്റ്റേക്കാണ്. ഇപ്പോൾ രാവിലെ ആയിക്കോട്ടെ, ഉച്ചയ്ക്ക് ആയിക്കോട്ടെ, വൈകുന്നേരം ആയിക്കോട്ടെ, വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ഒരു ഡയബറ്റീസ് പേഷ്യൻസ്, അതായത് 5 നേരം 6 നേരം ആയിട്ട് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം. അത് കൺട്രോൾഡ്, ലിമിറ്റഡ്, ഹെൽത്തി ആയിട്ടുള്ളത് മാത്രം കഴിക്കാം. അപ്പം നമുക്കിപ്പം ഒരു നേരത്തെ ഫുഡ് എന്ന് പറയുന്നത് ഈ ചോറ്, കറി, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന മറ്റെന്തെങ്കിലും പലഹാരങ്ങളല്ല ഈ ഫുഡ് എന്ന് പറയുന്നത്. ഈ ഫുഡിനകത്ത് നമുക്ക് പയറ്, പരിപ്പ് വർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സുകൾ, നട്ട്സുകൾ, സീഡ്സുകൾ എല്ലാം ഉൾപ്പെടുത്താം. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ബോഡിക്ക് കുറച്ചും കൂടി ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ രാവിലെ നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് ഡയറ്റ് എടുക്കണമെന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് ചില ആളുകൾ പറയും, പേഷ്യൻസ് പറയും നമ്മളോട് ഡയറ്റ് എടുക്കുന്നതിന് മുൻപായിട്ട്, ഡോക്ടർ എനിക്ക് ചോറ് കംപ്ലീറ്റ് ഒഴിവാക്കാൻ പറ്റില്ല, എനിക്ക് ചോറ് വേണം, ചോറ് എടുത്തുകൊണ്ടുള്ള ഡയറ്റ് എനിക്ക് മതി എന്ന് അവർ പറയാറുണ്ട്. അപ്പോൾ അത്തരം പേഷ്യൻസിൽ നമ്മൾ ചോറ് കൊടുക്കും. അപ്പോൾ അവരിലൊരു ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നത്, നിങ്ങൾ ബ്രൗൺ റൈസ് എടുത്തോളൂ. ബ്രൗൺ റൈസും അളവ് കുറച്ചിട്ട് എടുക്കാം. അത് നമുക്ക് ഒരു ദിവസം നമുക്ക് അതായത് ഡയറ്റ് എടുക്കുന്ന ഫസ്റ്റ് ഡേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. പെട്ടെന്ന് തന്നെ ചോറൊക്കെ കുറച്ചു, അല്ലെങ്കിൽ ചോറ് ഒഴിവാക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ നിങ്ങൾ ചോറൊന്ന് കുറച്ചെടുത്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പറഞ്ഞാൽ 2-3 ദിവസം അതങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓക്കെ ആയിക്കോളും. അല്ലാത്ത പക്ഷമാണ് എന്താവുന്നത്, നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഫുൾനെസ് കിട്ടുന്നില്ല എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടാവുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു രീതിയിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക.
ചോറ് ഒഴിവാക്കണം എന്ന് പറയുന്നില്ല. തന്നെ നമ്മൾ മത്സ്യവും മുട്ടയും ചിക്കനും മാംസവും ഒക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. കാരണം അതിലെല്ലാം തന്നെ നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നുണ്ട്, അയൺ കിട്ടുന്നുണ്ട്, സിങ്ക് കോപ്പർ പോലെയുള്ള ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസ് മിനറൽസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കിട്ടണമെങ്കിൽ ഈ പറയുന്ന ഫുഡുകൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ ഇതിനകത്ത് ഇലക്കറികളും പച്ചക്കറികളും ഇപ്പോൾ തോരനൊക്കെ വെച്ച് കഴിക്കണമെങ്കിൽ പയർ, വെണ്ടയ്ക്ക, ബീൻസ്, ക്യാബേജ് എല്ലാം നമ്മൾ കഴിക്കണം ഒരു ദിവസം. അതായത് ഈ ഒരു മാസം ഇലകൾ മാത്രം കഴിക്കുക, അല്ലെങ്കിൽ ഈ ഒരു മാസം പയർ പരിപ്പ് വർഗ്ഗങ്ങൾ മാത്രം കഴിക്കുക എന്നല്ല, എല്ലാ പച്ചക്കറികളും നിങ്ങൾ ഉൾപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് പെട്ടെന്നുള്ളൊരു റിസൾട്ടും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. നമുക്ക് മടുക്കില്ല ഈ ഒരു ഡയറ്റിനോട്. നമുക്ക് മടുക്കുക എന്തുകൊണ്ടാണ്? നമ്മളത് കൂടുതലായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ഒരു സാധനം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുക. ഈ സമയത്താണ് നമുക്കൊരു ഫുഡിനോട് മടുപ്പ് വരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഫോളോ ചെയ്യുക. പിന്നെ വെയിറ്റ് ലോസിൻ്റെ സമയത്ത് നമ്മൾ എക്സസൈസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കൊരു കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. വെറും വെയിറ്റ് ലോസ് മാത്രം ഇരുന്ന് ഒരു ഡയറ്റ് മാത്രം എടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുന്നതിന് കാരണമാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് എക്സസൈസ് ചെയ്യുക. ജിമ്മ് പോകേണ്ടവർക്ക് ജിമ്മ് പോവുക, നന്നായിട്ട് ജിമ്മ് പോവുക, വർക്കൗട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ അനാവശ്യമായിട്ട് ഈ പ്രോട്ടീൻ പൗഡേഴ്സും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട, നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് 4 മുതൽ 12 കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം. ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും. ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ കൂടുതലും ത്രെഡ്മില്ല് പോലുള്ള ആക്ടിവിറ്റീസൊക്കെ ഫോളോ ചെയ്യുക. നമുക്ക് മസിൽ ബിൽഡപ്പ് അല്ല നമ്മൾ ആരും ഉദ്ദേശിക്കുന്നത്, ഹെൽത്തി ആയിട്ട് ബോഡി നിൽക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല കൃത്യമായിട്ടുള്ളൊരു ഡയറ്റും കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡയറ്റ് എടുത്ത് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.